ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ പരസ്യത്തോട് പരസ്യം ഇതെങ്ങനെ ഒഴിവാക്കണം? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഇതിനുവേണ്ടി നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമുക്ക് പരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന സെറ്റിംഗ്സ് വളരെ ചെറിയൊരു സെറ്റിംഗ്സ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് മാക്സിമം പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന പരസ്യങ്ങൾ, ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വരുന്ന നമുക്കറിയാം ഗൂഗിൾ ക്രോം വഴിയാണെന്നുള്ള അറിയാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു സെറ്റിംഗ്സ് പറഞ്ഞുതരാം. വളരെ യൂസ്ഫുൾ ആണ്, എല്ലാവരും അത് ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് മൊബൈലിലെ ഹോം സ്ക്രീനിൽ ഇവിടെ ഗൂഗിൾ ക്രോം കാണുന്നുണ്ട് അല്ലേ? ആ ഗൂഗിൾ ക്രോമിൻ്റെ ലോഗോൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം സ്ക്രീനിൽ ഏറ്റവും ടോപ്പിൽ ഹോം സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗൂഗിളിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്ക് കുറേ സെറ്റിംഗ്സുകൾ കാണുന്നതിന് മുന്നേ അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യുക അല്ലേ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും. പക്ഷേ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ പിന്നീട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ? നിങ്ങൾ ഏത് മെയിലാണോ ഓപ്പൺ ചെയ്യുന്നത് അവിടെയാണ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏത് ഐ ഡി ആണോ നിങ്ങൾ സ്ഥിരമായിട്ട് മൊബൈലിൽ യൂസ് ചെയ്യുന്നത് ആ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഐ ഡി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഐ ഡി ആണോ ഉപയോഗിക്കുന്നത് മൊബൈലിൽ ആ ഒരു ഐ ഡി സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് കാണുന്നില്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിലേ മനസ്സിലാവുള്ളൂ. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും ഇത് കൃത്യമായി കണ്ടതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ്, തീംസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലൊന്ന് കയറി കണ്ടാൽ മനസ്സിലാവും. അപ്പം നമുക്ക് ഇവിടെ വേണ്ടത്, പരസ്യം ഒഴിവാക്കാൻ വേണ്ടത്, നമുക്ക് കാണാം. ഇവിടെ കണ്ടില്ലേ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ബേസിക്സിൽ സെർച്ച് എഞ്ചിൻ, അവിടെ ഗൂഗിളാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ആ സെർച്ച് എഞ്ചിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ കാണിക്കുന്നുണ്ട്, യാഹൂ ഇന്ത്യ കാണിക്കുന്നുണ്ട്. ഗൂഗിളിനെ തൊട്ടടുത്തായിട്ട് ഗൂഗിളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരസ്യം, അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ വരുന്നത്. യാഹൂ വരുന്നുണ്ട്. അടുത്ത സെർച്ച് എഞ്ചിൻ മൈക്രോസോഫ്റ്റ് എഡ്ജ് കാണിക്കുന്നുണ്ട്. പിന്നെ 2 കൂടി അതിൻ്റെ എടുത്ത് കാണിക്കുന്നുണ്ട്. യാൻഡെക്സും അതുപോലെ തന്നെ DuckDuckGo കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഈ ഗൂഗിൾ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പരസ്യം മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. യാഹൂലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം കുറഞ്ഞ ലെവലുള്ള പരസ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഏറ്റവും നല്ലത് ഗൂഗിളിന് പകരം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന DuckDuckGo എന്ന് പറഞ്ഞിരിക്കുന്ന അതിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. ആ സെർച്ച് എഞ്ചിനിലേക്ക് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ കുറവാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പേടി, അത് ഗൂഗിൾ ക്രോമിനെ അപേക്ഷിച്ചിട്ട് സേഫ് ആണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ DuckDuckGoയിൽ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഗൂഗിളിൽ തന്നെ ചോദിച്ചു നോക്കാം. ഗൂഗിളിലൊന്ന് നമ്മൾ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം ഈ DuckDuckGo എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സെർച്ച് എഞ്ചിന് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടത് ടിക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ DuckDuckGo സേഫ് ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. യെസ്, DuckDuckGo സേഫ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമ്മുടെ പ്രൈവസി കാര്യങ്ങളൊന്നും ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഏത് ഐ ഡി ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഐ ഡിൻ്റെ മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന google.com പകരം ഇവിടെ നമുക്ക് DuckDuckGo മാറ്റി കൊടുത്താൽ പരസ്യം മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും.